Hello, good evening all. Welcome to Eduooz Academy. കേൾക്കാവോ? ഓഡിയോ ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ആണോ? നിങ്ങൾ ഓഡിയോ എന്തെങ്കിലും കേൾക്കുന്നില്ലെങ്കിലൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ മൈക്കോളജി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആഴ്ചയിൽ 2 ലൈവ് ആണുള്ളത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് JLA ടോപ്പിക്കും ഒരു ദിവസം നമുക്ക് ലോങ് ടേം ബാച്ചിന്റെ ടോപ്പിക്കും ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും JLA എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവാം. നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത്. നമുക്ക് മുന്നേ തന്നെ പഠിച്ച് നമുക്ക് ആ സിലബസ് കവർ ചെയ്യണം. കാരണം നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ +2 കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ആയിട്ട് അധികം ടച്ച് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് മൈക്കോളജി ആണ്. അപ്പൊ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്കോളജിയുടെ പാർട്ട് 1 MCQ ഡിസ്കസ് ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ആൻസർ അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യട്ടെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിട്രിയാറിസിസ് വെസിക്കുലർ ഈസ് കോസ്ഡ് ബൈ ട്രിച്ചോഫൈറ്റൻ റുബറം, മലേസിയ ഫർഫർ, മൈക്രോസ്പോറം കാരിസ്, ദെൻ പിയാഡ്രിയ ഹോർട്ടെ. ഏതാണ് വരിക? പിട്രിയാസിസ് വെസിക്കുലർ കോസ്ഡ് ബൈ ആരാണ്? ട്രിച്ചോസ്പോറൻ റബ്ബർ ആണോ അല്ലെങ്കിൽ മലേസിയ ഫർഫർ ആണോ? ഏതാണോന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. A ആണോ, B ആണോ, C ആണോ, D ആണോ? ഒന്ന് കമന്റ് ചെയ്യോ എല്ലാവരും. ചിപ്പി, അമിന, ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഓപ്ഷൻ ബി തന്നെയാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. Malicia furfur is a causative agent of pityriasis vesicular presenting as a hypopigmented macules common in oily skin regions ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following shows a spaghetti and metabolites appearance in KOH mode? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾസ് അപ്പിയറൻസ് KOH എക്സാമിന് ഇങ്ങനെ കുറച്ച് കീവേഡ്സും അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഏതിലുള്ളത്? ടിനിയ നിഗ്രി ആണോ, വൈറ്റ് പിയാഡ്രി ആണോ, പിട്രിയാസിസ് വെസിക്കുലർ ആണോ, ബ്ലാക്ക് പിയാഡ്രി ആണോ? ഏതാണ് വരിക? കമന്റ് ചെയ്യോ ഒന്ന്. സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾസ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, സി ആണ് അല്ലേ? സി ആണ്. ഓക്കെ, അമിന, ചിപ്പി, സന്ധ്യ, ഓക്കെ, എല്ലാവരും സി തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. ദ KOH preparation of Malicia furfur pityriasis vesicular shows a hyphae and spore resembling spaghetti and meatballs. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യാം. നമ്മളിപ്പോ തന്നെ Malicia furfur കണ്ടു, pityriasis vesicular. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ KOH മോഡലിൽ എങ്ങനെ അപ്പിയറൻസ്? സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യാം. Then causative agent of Tinea nigra is Malicia furfur, Exophiala verniki, Trichophyton violicium, then Trichosporin ബേഗിലി. ഏതാണ്? ടിനിയ നിഗ്ര, കോസേറ്റീവ് ഏജന്റ് ഓഫ് ടിനിയ നിഗ്ര. ഏതാണ് ഇതിൽ വരിക? മലേസിയ ഫർഫർ ആണോ, എക്സ്ഫോലിയ വെർനെക്കി ആണോ, ട്രൈച്ചോഫൈറ്റൻ വയോലിസി ആണോ, അതോ ട്രൈച്ചോസ്പോറൻ ബേജലി ആണോ? ഏതാണ് വരിക? പേരുകളൊക്കെ കുറച്ച് കട്ടിയാണ്, പക്ഷെ നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ, എഴുതി നോക്കുക. അപ്പൊ കറക്റ്റ് നമുക്ക് മനസ്സിലോട്ട് വരും. യെസ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. Exfoliata verniki causes brown black macular lesions of palms and soil seen in Tinea nigra. Okay, then next question നോക്കാം. Black Piedra primary effect എവിടെ എഫക്ട് ചെയ്യുക? സ്കിൻ ആണോ, മ്യൂക്കോസ ആണോ, നെയിൽസ് ആണോ, ഹെയർ ഷാഫ്റ്റ് ആണോ? എവിടെയാണ് ബ്ലാക്ക് പിയാഡ്ര പ്രൈമർലി എഫക്ട് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. സ്കിൻ ആണോ, മ്യൂക്കോസ ആണോ, നെയിൽസ് ആണോ? ഒന്ന് കമന്റ് ചെയ്യോ. യെസ്, ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ചിപ്പി, അമിന, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചിഞ്ചു, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിയാഡ്ര ഹോട്ടെ കോസ്റ്റ് ബ്ലാക്ക് പിയാഡ്ര
by forming nodules on hair shaft. Then next, the organism causing white piedra. അപ്പോൾ ഈ ബ്ലാക്ക് പിയഡ്ര വൈറ്റ് പിയഡ്ര ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. പിയഡ്ര ഹോട്ടെ, ട്രൈച്ചോസ്പോറൻ ബെഗിലി, then എക്സോഫിയാല വെർണക്കി, കാൻഡിഡ ആൽബിക്കൻസ്. ഏതാണ്? The organism causing white piedra is Piedria horte, Trichosporan beigeli, then Exophiala vernaki, Candida albicans. ഏതാണ് വരുക? വൈറ്റ് പിയഡ്ര ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ട്രൈച്ചോസ്പോറൻ ബേഗിലി ആണ്. ട്രൈച്ചോസ്പോറൻ ബേഗിലി ഇൻഫെക്ട് ഹെയർ ഫോമിംഗ് സോഫ്റ്റ് വൈറ്റ് നോഡ്യൂൾസ്. Then the diagnostic feature of black piedra. എന്താണ് ബ്ലാക്ക് പിയഡ്ര ഡയഗ്നോസ്റ്റിക് ഫീച്ചർ? ക്രീമി കോളനീസ് ആണോ, അല്ലെങ്കിൽ സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ ഹൈഫ ആണോ, ബ്രൗൺ ടു റെഡിഷ് ബ്ലാക്ക് മൈസീലി ആണോ, ബ്ലാസ്റ്റോകൊനീഡിയ ഓൺലി ആണോ? ഏതാണ് ഈ ബ്ലാക്ക് പിയഡ്രയുടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഏതാ? സി ആണ്. ബ്രൗൺ ടു റെഡിഷ് ബ്ലാക്ക് മൈസീലി ആയിരിക്കും കേട്ടോ. Piedra horte grows a slow growing brown to reddish black mycelium in culture. Then next, which superficial mycosis is commonly asymptomatic? Tinea nigra, white piedra, pityriasis vesicular, black piedra. ഏതാണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് കോമൺലി അസിംപ്റ്റോമാറ്റിക്? അസിംപ്റ്റോമാറ്റിക് ഇതിൽ ഏതാണ്? ടിനിയ നിഗ്ര ആണോ, വൈറ്റ് പിയാഡ്ര ആണോ, പിട്രിയാസിസ് വെസിക്കുലർ ആണോ, ബ്ലാക്ക് പിയാഡ്ര ആണോ? ഏതാണ് വരുക? ഏത് വരും? ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്യാവോ വേഗം. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പിട്രിയാസിസ് വെസിക്കുലർ ആണ്. അസിംപ്റ്റോമാറ്റിക് ആൻഡ് പ്രൈമർലി കോസ്മെറ്റിക് കൺസേൺ. Then next, which fungus requires lipid supplementation for growth in culture? ഏതിനാണ് ലിക്വിഡ് സപ്ലിമെന്റേഷൻ ആവശ്യമുള്ളത്? റിക്വയർ ആയിട്ടുള്ള ഫംഗസ് ഏതാ? മാലേസിയ ഫർഫർ ആണോ, ട്രൈച്ചോഫൈറ്റൻ റബ്ബർ ആണോ, എക്സോഫിയാല വെർണക്കി ആണോ, കാൻഡിഡ ആൽബിക്കൻസ് ആണോ? ഇതിൽ ഏതിനാണ് ലിപ്പിഡ് സപ്ലിമെന്റേഷൻ ആ ഒരു ഗ്രോത്ത് കൾച്ചറിൽ അതിന്റെ ഗ്രോത്തിന് ലിപ്പിഡ് സപ്ലിമെന്റേഷൻ ആവശ്യമുള്ളത്? ഇവർക്കാർക്കാ? ഓപ്ഷൻ എ ആണ്, മാലേസിയ ഫർഫർ ആണ്. Malacia furfur requires fatty acid culture on SDA overlaid with olive oil. Okay, അവർക്ക് ലിപ്പിഡ് സപ്ലിമെന്റേഷൻ ആവശ്യമാണ്. Then which superficial mycosis present with black lesions on palms and soles? ആരാണ് അങ്ങനെ ഒരു ബ്ലാക്ക് ലീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്? ബ്ലാക്ക് പിയാഡ്ര ആണോ, ടിനിയ നിഗ്ര ആണോ, പിട്രിയാസിസ് വെസിക്കുലർ ആണോ, ടിനിയ ക്യാപിറ്റൈറ്റിസ് ആണോ? ഏതാണ്? ടിനിയ നിഗ്ര ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ആരും ബി കമന്റ് ചെയ്തിട്ടില്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ടിനിയ നിഗ്ര ക്യാരക്ടറൈസ്ഡ് ബൈ വെൽ ഡെർമാക്കേറ്റഡ് ബ്രൗൺ ബ്ലാക്ക് മാക്യൂൾസ് ഓൺ പാംസ് ആൻഡ് അല്ലെങ്കിൽ സോൾസിൽ. ഓക്കെ, നോട്ട് ചെയ്യാ, ടിനിയ നിഗ്ര ആണ് കേട്ടോ. വൈറ്റ് പിയാഡ്ര ഈസ് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ എവിടെയാ? സൗത്ത് ഏഷ്യ ആണോ, യൂറോപ്പ് ആണോ, ട്രോപ്പിക്കൽ ആഫ്രിക്ക ആണോ, ടെമ്പറേറ്റ് USA ആണോ? എവിടെയാണ് വൈറ്റ് പിയാഡ്ര ടിപ്പിക്കലി ഫൗണ്ട് ഇൻ? എവിടെയാ? ഇതിൽ ഏത് സ്ഥലത്താണ്? സൗത്ത് ഏഷ്യ ആണോ, യൂറോപ്പ് ആണോ, ട്രോപ്പിക്കൽ ആഫ്രിക്ക ആണോ, ടെമ്പറേറ്റ് USA ആണോ? എവിടെയാ? ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ? എല്ലാവരും കമന്റ് ചെയ്തോ, കുഴപ്പമില്ല, നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാലോ, കുഴപ്പമില്ല. ഇനിയിപ്പോ തെറ്റാണെന്ന് കരുതി ഞാൻ പറഞ്ഞത് തെറ്റാവോ എന്ന് കരുതി ആരെങ്കിലും എന്തെങ്കിലും കരുതോന്ന് കരുതി ആരും കമന്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യാ, നമ്മൾ മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യൂറോപ്പ് ആണ്. വൈറ്റ് പിയാഡ്ര ഈസ് പ്രിവാലന്റ് ഇൻ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ്, ജപ്പാൻ ആൻഡ് സൗത്ത് അമേരിക്ക. Then best diagnostic tool for pityriasis vesicular ഏതാണ്? കൾച്ചർ ആണോ, ഗ്രാം സ്റ്റെയിനിങ് ആണോ, KOH മൗണ്ട് ആണോ, PAS സ്റ്റെയിൻ ആണോ? ഏതാണ് പിട്രിയാസിസ് വെസിക്കുലർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ? ഏതാണ് വരിക? KOH മൗണ്ട് ആണ് അല്ലേ? KOH മൗണ്ട് നമ്മൾ ഓൾറെഡി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടു. KOH മൗണ്ട് റിവീൽസ് ദ ഡയഗ്നോസ്റ്റിക് മോർഫോളജി ഓഫ് Malacia furfur, സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾസ്. ഓൾറെഡി നമ്മൾ കണ്ടതല്ലേ? സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? ഓക്കെ, സൗണ്ട് കുറവാണോ? കേൾക്കുന്നില്ലേ? സൗണ്ട് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ?
മൈക്ക് ഓൺ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഓക്കെ. ബ്ലാക്ക് പിയാഡ്ര ഡിഫേഴ്സ് ഫ്രം വൈറ്റ് പിയാഡ്ര ബൈ. എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം എന്താ വ്യത്യാസം? ബീങ് കോസ്ഡ് ബൈ എ yeast involving skin, then option C forming hard nodules, then last option D having blastoconidia. ഏതാണ്? ബ്ലാക്ക് പിയാഡ്ര ഡിഫേഴ്സ് ഫ്രം വൈറ്റ് പിയാഡ്ര ബൈ ബീങ് കോസ്ഡ് ബൈ എ yeast ആണോ, ഇൻവോൾവിംഗ് സ്കിൻ ആണോ, അല്ലെങ്കിൽ ഫോമിംഗ് ഹാർഡ് നോഡ്യൂൾസ് ആണോ, അല്ലെങ്കിൽ ഹാവിംഗ് ബ്ലാസ്റ്റോകൊനീഡിയ ആണോ? ഏതാണ് വരുക? ഏത് വരും? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാരും. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഫോമിംഗ് ഹാർഡ് നോഡ്യൂൾസ് ആണ്. ഓക്കെ. സന്ധ്യ, അക്ഷര, ഓക്കെ, ചിപ്പി ഒക്കെ എല്ലാവരും സി തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് പിയാഡ്ര കോസസ് ഹാർഡ് നോഡ്യൂൾസ് ആൻഡ് വൈറ്റ് പിയാഡ്ര സോഫ്റ്റ് ആൻഡ് പേസ്റ്റ് ആയിരിക്കും. ഓക്കെ. ടിനിയ നിഗ്ര ഈസ് കോസ്ഡ് ബൈ. ഏതാണ്? സിമ്പിൾ ആണ് അല്ലേ? നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് ആണോ, ഡെർമാറ്റീഷ്യസ് ഫംഗസ് ആണോ, ഡെർമറ്റോഫൈറ്റ് ആണോ, ഡൈമോർഫിക് ബാക്ടീരിയ ആണോ? ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ ബി ആണ്, ഡെർമാറ്റീഷ്യസ് ഫംഗസ് ആണ്. ഓക്കെ. എക്സോഫിയാല വെർണക്കി മെലാനിയം പ്രൊഡ്യൂസിംഗ് ഡെർമാറ്റീഷ്യസ് ഫംഗസ്. Then treatment of choice for pityriasis vesicolor: oral fluconazole, topical miconazole, amphotericin B, then last gristofulvin. ഏതാണ്? ഏത് ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഓറൽ ഫ്ലൂക്കനസോൾ ആണോ, ടോപ്പിക്കൽ മൈക്കോനസോൾ ആണോ, ആംഫോട്ടറിസിൻ ബി ആണോ, ഗ്രിസോഫുൾവിൻ ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ടോപ്പിക്കൽ മൈക്കോനസോൾ ആണ് കേട്ടോ. ടോപ്പിക്കൽ അസോൾ ലൈക്ക് മൈക്കോനസോൾ ആർ എഫക്റ്റീവ് ആൻഡ് പ്രിഫേർഡ്. അതാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കാം. ദ ടേം ഡെർമാറ്റീഷ്യസ് റിഫേഴ്സ് ടു. എന്താണ്? ഈസ്റ്റ് ലൈക്ക് ആണോ, നോൺ പിഗ്മെന്റഡ് ആണോ, ഡാർക്ക് പിഗ്മെന്റഡ് ഫംഗി ആണോ, ഡെർമാറ്റോഫൈറ്റ്സ് ആണോ? എന്താണ് ഡിമാറ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ? എന്താ ദ ടേം ഡിമാറ്റീഷ്യസ് എന്ന് വെച്ചാൽ എന്താ ഒരു മീൻ ചെയ്യണ? ഈസ്റ്റ് ലൈക്ക് ആണോ, നോൺ പിഗ്മെന്റഡ് ആണോ, എന്താണ്? എന്താണ്? എല്ലാവരും കമന്റ് ചെയ്തേ. ഇപ്പൊ സ്ഥിരം കമന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും സി തന്നെയാണ് അല്ലെ, ഡാർക്ക് പിഗ്മെന്റഡ് ഫംഗി ആണ്. ഡിമാറ്റീഷ്യസ് ഫംഗി ലൈക്ക് എക്സോഫിയാല പ്രൊഡ്യൂസ് മെലാനിൻ ഗിവിംഗ് ഡാർക്ക് പിഗ്മെന്റേഷൻ. ഓക്കെ. ദെൻ വിച്ച് ഈസ് നോട്ട് എന്നാണ്, നോട്ട് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്: ടിനിയ നിഗ്ര, പിയാട്രിയാസിസ് വെസിക്കോളാർ, വൈറ്റ് പിയാഡ്ര, ടിനിയ കോർപ്പോറിസ്. ഏതാണ്? നോട്ട് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ്. നോട്ട് ആണ്, ശ്രദ്ധിക്കുക, നോട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? നമ്മൾ കേൾക്കാതാരാ? ടിനിയ കോർപ്പോറിസ് ആണ് അല്ലെ. ബാക്കി എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്തു. ടിനിയ കോർപ്പോറിസ് ഇസ് എ ക്യൂട്ടേനിയസ് ആണ്, സൂപ്പർഫിഷ്യൽ അല്ല. ഓക്കെ, സൂപ്പർഫിഷ്യൽ അല്ല, ക്യൂട്ടേനിയസ് ആണ്. Then bottle shaped cells are seen in culture of Trichosporon, Malassea, Piardria, Candida. Bottle shaped cells are seen in culture of. ഏതിന്റെ കൾച്ചർ ആണല്ലോ ബോട്ടിൽ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് കാണപ്പെടുക? ഏതിലാ? ഒന്ന് കമന്റ് ചെയ്യോ. ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, മാലസിയ ആണ്. മാലസിയ ഫർഫർ പ്രൊഡ്യൂസ് എ ബഡ്ഡിംഗ് yeast with bottle shaped cells. ഇപ്പൊ തന്നെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ബോട്ടിൽ ഷേപ്ഡ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മാലേസിയ ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ്, ഇപ്പൊ നമ്മൾ സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾസ്, വെസിക്കുലർ, അങ്ങനെയുള്ള കുറച്ച് ഓരോന്നിനും ഓരോ കീവേഡ്സ് ഉണ്ടാവില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ വിച്ച് ഈസ് നോട്ട് റുട്ടീൻലി കൾച്ചർ ഫോർ ഡയഗ്നോസിസ്. നോട്ട് റുട്ടീൻലി ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് പിട്രിയാസിസ് വെസിക്കുലർ, ടിനിയ നിഗ്ര, ബ്ലാക്ക് പിയാഡ്ര, വൈറ്റ് പിയാഡ്ര. നോട്ട് റുട്ടീൻലി കൾച്ചർ ഫോർ ഡയഗ്നോസിസ്. ഏതാണ്? നോട്ട് കൾച്ചർ, നോട്ട് റുട്ടീൻലി കൾച്ചർ പിയാട്രിയാസിസ് വെസിക്കുലർ ആണ്. കൾച്ചർ ഈസ് നോട്ട് റുട്ടീൻലി യൂസ്ഡ് പിയാട്രിയാസിസ് വെസിക്കുലർ ആസ് KOH മൗണ്ട് സർഫിസസ്. ഓക്കെ. എങ്ങനെയാ കാണപ്പെടുക? KOH മൗണ്ടിൽ എങ്ങനെയാ അപ്പിയറൻസ് ആവാ? എങ്ങനെയായിരുന്നു അതിന്റെ അപ്പിയറൻസ്? എങ്ങനെയായിരുന്നു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന് കമന്റ് ചെയ്യാവോ? എങ്ങനെയായിരുന്നു KOH മൗണ്ടില്? എങ്ങനെയായിരുന്നു? എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ.
എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ? KOH mount pityriasis vesicular അല്ലേ? നമ്മൾ പറഞ്ഞു KOH mount കാര്യങ്ങളൊക്കെ പറഞ്ഞു. യെസ്, സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് അല്ലേ? Then main body site for pityriasis vesicular lesions, scalp, hands, groin, upper trunk. ഏതാണ് മെയിൻ ബോഡി സൈറ്റ്? ഏതാ? പിറ്റിരിയാസിസ് വെസിക്കുലറിന്റെ ലീഷൻസിന്റെ മെയിൻ ബോഡി സൈറ്റ് ഏതാ? സ്കാൽപ്പ് ആണോ, ഹാൻഡ്സ് ആണോ, ഗ്രോയിൻ ആണോ, അപ്പർ ട്രങ്ക് ആണോ? ഏതാണോന്ന് കമന്റ് ചെയ്യാവോ? സ്കാൽപ്പ് ആണോ, ഹാൻഡ്സ് ആണോ, ഗ്രോയിൻ ആണോ, അപ്പർ ട്രങ്ക് ആണോ? ഓപ്ഷൻ ഡി, upper trunk ആണ്. Lesions often appears on upper trunk and arms in sebaceous areas. Okay. Then next, in white piedra, main feature on microscopy. എന്താ white piedra main feature? Spaghetti like hyphae ആണോ, arthroconida and blastoconidia ആണോ, sclerotic bodies ആണോ, അല്ലെങ്കിൽ thick walled ആയിട്ടുള്ള spheroids ആണോ? ഏതാണ് ഈ white piedra main feature? മൈക്രോസ്കോപ്പിയിലാണ്. മൈക്രോസ്കോപ്പിലെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഏതാ? സ്പാഗറ്റി ലൈക്ക് ഹൈഫെ ആണോ, അല്ലെങ്കിൽ ആട്രോകൊനീഡിയ ആൻഡ് ബ്ലാസ്റ്റോകൊനീഡിയ ആണോ, അല്ലെങ്കിൽ സ്ക്ലിറോട്ടിക് ബോഡീസ് ആണോ, അല്ലെങ്കിൽ തിക്ക് വോൾഡ് ആയിട്ടുള്ള സ്ഫിറോൾസ് ആണോ? ഏതാണ്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ചിപ്പി അമിന. ഓക്കെ, വെരി ഗുഡ്. ആട്രോകൊനീഡിയ ആൻഡ് ബ്ലാസ്റ്റോകൊനീഡിയ ആണ്. Trichophoron produce both arthroconida and blastoconidia in culture. Which superficial mycosis has a telomorphic perfect state seen rarely in culture? Black piedra, white piedra, tinea nigra, pityriasis vesicular. ഏതിനാണ്? ഏത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസിലാണ് telomorphic state, perfect state, rarely in culture? rarely ആണ് ചോദിച്ചിട്ടുള്ളത്. rarely ആണ്. ബ്ലാക്ക് പിയാഡ്ര ആണോ, വൈറ്റ് പിയാഡ്ര ആണോ, അതോ ടിനിയ നിഗ്രി ആണോ, പിറ്റിരിയാസിസ് വെസിക്കുലർ ആണോ? ഏതിനാണ്? ഓപ്ഷൻ എ ആണ്, ബ്ലാക്ക് പിയാഡ്ര ആണ്. പിയാഡ്ര ഹോർട്ടെ ഹാസ് എ telomorphic stage visible in old culture. Okay. Nodules containing asci suggest diagnosis of ഏതാണ്? ടിനിയ നിഗ്ര, ബ്ലാക്ക് പിയാഡ്ര, വൈറ്റ് പിയാഡ്ര, then candidiasis. ഏതാണ്? നോഡ്യൂൾസ് കണ്ടെയ്നിങ് ആസ്കി. നമ്മൾ നേരത്തെ ഒരു ബോട്ടിൽ ഷേപ്ഡ്, അതാരായിരുന്നു ബോട്ടിൽ ഷേപ്ഡ്? ആരായിരുന്നു? ഏത് ഫംഗസ് ആയിരുന്നു? ഏത് സൂപ്പർഫിഷ്യൽ ഫംഗസ് ആയിരുന്നു? ഏത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് കോസ് ചെയ്യുന്ന ഫംഗസ് ആയിരുന്നു? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ടോ? ഇങ്ങനെ സ്റ്റിക്കി നോട്ടൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ന്യൂമോണിക്സ് പോലെയോ ഒക്കെ ഒന്ന് എഴുതി വെക്കുക. കാരണം ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബോട്ടിൽ ഷേപ്പ് മാലേസിയ ഫർഫർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇങ്ങനെ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ബാക്ടീരിയോളജിയിൽ ഇപ്പോൾ ഒരുപാട് പേരുകൾ കണ്ടില്ലേ? അങ്ങനെ റൈസ് വാട്ടർ സ്റ്റൂൾ, അങ്ങനെ നമ്മൾ ലൈം ഡിസീസ്, റിലാപ്സിങ് ഫീവർ, അങ്ങനെ നമ്മൾ ഒരുപാട് സൂണോട്ടിക്കലിൽ നമ്മൾ ഒരുപാട് ഡിസീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഓരോ ബാക്ടീരിയ, നമ്മൾ ടംബ്ലിംഗ് മോട്ടിലിറ്റി അല്ലെ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ അപ്പിയറൻസ്, അല്ലെങ്കിൽ നമ്മൾ മെഡുസ ഹെഡ് അപ്പിയറൻസ് അല്ലെ, ആന്ത്രാക്സിന് മെഡുസ ഹെഡ് അപ്പിയറൻസ്, അങ്ങനെ ഒരുപാട് സ്ട്രിങ് ഇൻ പേഴ്സ്, അങ്ങനെ കുറെ പേരുകൾ ഓരോ കീവേഡ്സ് ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മൈക്കോളജിയിലും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോഡ്യൂൾസ് കണ്ടെയ്നിങ് ആസ്കി സജസ്റ്റ് ഡയഗ്നോസിസ് ഓഫ് ഏതായിരുന്നു? ടിനിയ നിഗ്ര ആണോ, ബ്ലാക്ക് പിയാഡ്ര ആണോ, വൈറ്റ് പിയാഡ്ര ആണോ, കാൻഡിഡിയാസിസ് ആണോ? ഏതാണ്? ഓപ്ഷൻ ബി, ബ്ലാക്ക് പിയാഡ്ര ആണ്. Black piedra shows a nodules with asci and ascospores. Then, white piedra infections are often located in feet, nails, scalp, beard and mostrage, trunk. ഏതാണ്? വൈറ്റ് പിയാഡ്ര ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് എവിടെയാ? ഫീറ്റ് ആണോ, നെയിൽസിലാണോ, സ്കാൽപ്പ്, ബിയർഡ് ആൻഡ് മോസ്ട്രേക്ക് ആണോ, ട്രങ്ക് ആണോ? ഏതാന്ന് കമന്റ് ചെയ്യോ? യെസ്, സി ആണ്. ഓക്കെ, സി ആണ്. സ്കാൽപ്പ്, ബിയർഡ് ആൻഡ് മോസ്ട്രേക്ക് ആണ്. These areas are commonly affected by Trichosphoron vagally. ഓക്കെ, ബാക്ടീരിയോളജി. ഓക്കെ, നമ്മൾ ഓരോ ഓർഗാനിസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആഴ്ചയിൽ നമുക്ക് 2 ലൈവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ആഴ്ചയിൽ നമുക്ക് ആകെ 2 ലൈവേ ഉള്ളൂ. നമ്മൾ ഒരുവിധം കുറച്ചൊക്കെ ബാക്ടീരിയാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരും ക്ലാസ്സുകളിൽ ഓരോരോ ബാക്ടീരിയ ഒക്കെ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് പാരസൈറ്റോളജി, അതുപോലെ തന്നെ നമ്മൾ വൈറോളജിയും ബാക്ടീരിയോളജി, മൈക്കോളജി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു ദിവസം നമുക്ക് JLA ടോപ്പിക് ആണ് നമുക്ക്
MCQയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓരോ ആഴ്ചകളിലും ടോപ്പിക്സ് ഉണ്ടാവും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. Then pityriasis vesicular colonize, oral mucosa, dry skin, sebaceous gland rich area, nail buds. എവിടെയാണ്? pityriasis vesicular colonize, oral mucosa ആണോ, ഡ്രൈ സ്കിൻ ആണോ, സെബേഷ്യസ് ഗ്ലാൻഡ് റിച്ച് ഏരിയ ആണോ, നെയിൽ ബഡ്സ് ആണോ? എവിടെയാ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? സെബേഷ്യസ് ഗ്ലാൻഡ് റിച്ച് ഏരിയാസ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. Malacia furfur thrives in oily sebaceous gland rich region. Then in black Piedra, the spores within asci are described as ovoid, spindle shaped, dumbbell shaped, spherical. എന്ത് പറയും? ബ്ലാക്ക് പിയാഡ്ര സ്പോർസ് വിത്തിൻ ആസ്കി ആണേ. അതിനെന്താ പറയാ? ഓവോയിഡ് എന്നാണോ, സ്പിൻഡിൽ ഷേപ്ഡ് എന്നാണോ, ഡംബൽ ഷേപ്ഡ് എന്നാണോ, അല്ലെങ്കിൽ സ്പെരിക്കൽ ഷേപ്ഡ് എന്നാണോ? എന്താ പറയുക? എന്ത് പറയും? സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ആസ്കോസ്പോർസ് ഇൻ പിയാഡ്ര ഹോട്ടെ ആർ സ്പിൻഡിൽ ഷേപ്ഡ്. സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ദെൻ നമുക്കിനി ക്യൂട്ടേനിയസ് മൈക്കോസിസ് നോക്കാം. അപ്പൊ സൂപ്പർഫിഷ്യൽ കഴിഞ്ഞു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ MCQs ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്കിനി ക്യൂട്ടേനിയസ് മൈക്കോസിസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെർമറ്റോഫൈറ്റ്സ് ഇൻഫെക്ട് പ്രൈമർലി. എവിടെയാ? ആരെയാ പ്രൈമറി എഫക്ട് ചെയ്യുന്നത്? ഇതിലേതിലാണ്? ബ്ലഡ് ആണോ, ഡീപ്പർ ടിഷ്യൂസിനെയാണോ എഫക്ട് ചെയ്യുക, അതോ കെരാറ്റിനൈസ്ഡ് സ്ട്രക്ചേഴ്സിനെയാണോ, റെസ്പിറേറ്ററി എപ്പിത്തീലിയത്തിനാണോ? ആരെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത് ഡെർമാറ്റോഫൈറ്റ്സ്? ആരെ ഇൻഫെക്ട് ചെയ്യുന്നത്? ബ്ലഡ് ആണോ, ഡീപ്പർ ടിഷ്യൂ ആണോ, കെരാറ്റിനൈസ്ഡ് സ്ട്രക്ചർ ആണോ, ക്യൂട്ടേനിയസ് ആണ്. യെസ്, ഓപ്ഷൻ സി കെരാറ്റിനൈസ്ഡ് സ്ട്രക്ചർ ആണ് അല്ലേ. ഡെർമറ്റോഫൈറ്റ്സ് ഇൻഫെക്ട് കെരാറ്റിനൈസ്ഡ് സ്ട്രക്ചർ ലൈക്ക് സ്കിൻ, ഹെയർ, അതുപോലെ തന്നെ നെയിൽ, ബട്ട് നോട്ട് ഡീപ്പർ ടിഷ്യൂ. ഓക്കെ. Which genus infect all three? Skin, hair, nail. മൈക്രോസ്പോർ ആണോ, ട്രൈച്ചോഫൈറ്റൻ ആണോ, എപ്പിഡെർമോഫൈറ്റൻ ആണോ, മാലേസിയ ആണോ? ആരാണ് ഇത് മൂന്ന് പേരും ഇൻഫെക്ട് ചെയ്യുന്നത്? ഏത് ജീനസ് ആണ്? മൈക്രോസ്പോർ ആണോ, ട്രൈച്ചോഫൈറ്റൻ ആണോ, എപ്പിഡെർമോഫൈറ്റൻ ആണോ, മാലേസിയ ആണോ? ആരാണ്? ആരൊക്കെ? സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, നെയിലുണ്ട് അല്ലേ. ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ആരാ? ട്രൈച്ചോഫൈറ്റൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അമിന ചിപ്പി, ഓക്കെ, വെരി ഗുഡ്. അനസ്യ അശ്വിൻ, ഓക്കെ, വെരി ഗുഡ്. ട്രിച്ചോഫൈറ്റൻ എഫക്ട് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. മൈക്രോസ്പോറം എഫക്ട് സ്കിൻ, ഹെയർ. എപ്പിഡെർമോഫൈറ്റൻ എഫക്ട് സ്കിൻ ആൻഡ് നെയിൽസ് ആണ്. ഓക്കെ. ടിനിയ ക്യാപിറ്റൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ കാൻഡിഡ ആൽബിക്കൻസ്, ട്രൈച്ചോഫൈറ്റൻ ടോൺസറൻസ്, മാലേസിയ ഫർഫർ, ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ്. ടിനിയ ക്യാപിറ്റൈറ്റിസ് കോസ്ഡ് ബൈ ആരാ? കാൻഡിഡ ആൽബിക്കൻസ് ആണോ, അതോ ട്രൈച്ചോഫൈറ്റൻ ആണോ, മാലേസിയ ഫർഫർ ആണോ, ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് ആണോ? ഏതാണ്? യെസ്, ട്രൈച്ചോഫൈറ്റൻ ടോർസൻസ് ആണ് അല്ലേ. The tinea capitatis affect scalp and commonly caused by trichophyton ടോറസൻസ് ആണ്. അതുപോലെ ടിനിയ കാപ്പിറ്റൈറ്റിസ് ഓൾസോ നോൺ ആസ് എന്താ പറയാ? റിംഗ് വോം എന്ന് പറയും. ടിനിയ കാപ്പിറ്റൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെർമറ്റോഫൈറ്റ് സ്പീഷീസ് വിച്ച് ഹാവ് എ കാപ്പബിലിറ്റി ടു ഇൻഫെക്ട് കെരാറ്റിൻ ആൻഡ് കെരാറ്റിനൈസ്ഡ് ടിഷ്യൂസിനെ ഇൻക്ലൂഡിങ് ഹെയർ ഉണ്ട് കേട്ടോ. Then ectotrix infection caused by tinea torsans, then M. adoni, T. scolensi, then T. virusium. ഏതാണ്? എക്കോട്രിക്സ് ഇൻഫെക്ഷൻ ആരാണ് കോസ് ചെയ്യുന്നത്? മൈക്രോസ്പോറം ഒഡിനിയാണ് കോസസ് എക്കോട്രിക്സ്. ഒന്ന് നോട്ട് ചെയ്യട്ടെ. എക്കോട്രിക്സ് ഹെയർ ഇൻഫെക്ഷൻ. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഇങ്ങനത്തെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് എഴുതുക കേട്ടോ. നിങ്ങൾ നോട്ടൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നുണ്ടാവുക. വേർ ആർത്രോകൊനീഡിയ ആർ ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് ദ ഹെയർ ഷാഫ്റ്റ്. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ചുമ്മാ അങ്ങനെ ഇത് കാണില്ല, നമ്മൾ നോട്ടൊക്കെ എടുത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ഇങ്ങനെ കീവേഡ്സ് ഒക്കെ കാണുമ്പോൾ ഒന്ന് നോട്ട് എഴുതുക കേട്ടോ. എഴുതുന്നുണ്ടോ? എഴുതണേ. എൻഡോത്രിക്സ് ഇൻഫെക്ഷൻ ഈസ് കോസ്ഡ് ബൈ മൈക്രോസ്പോറം ജിപ്സിയം, then M. canis, T. tonsorens, എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. ഏതാണ്? എൻഡോത്രിക്സ്. നേരത്തെ എക്കോട്രിക്സ് ആയിരുന്നു. എൻഡോത്രിക്സ്.
ഓക്കെ, എഴുതാം എന്നല്ലേ? അപ്പൊ ഇത്ര നാള് എഴുതിയിട്ടില്ല എന്നല്ലേ അതിനർത്ഥം? ഓക്കെ, എഴുതണേ. Endothelics involve internal hair shaft infection by fungi like T. tonsurans ആണ്. ഓക്കെ, പേര് കുറച്ച് നമ്മൾ ഈ പാരസൈറ്റോളജിയെ പോലെ തന്നെ പേര് കുറച്ച് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഒന്ന് എഴുതുക കേട്ടോ. Then Favus is a chronic form of Tinea corporis, Tinea capitatis, Tinea barbae, Tinea pedis. ഏതിന്റെ ക്രോണിക് ഫോം ആണ് ഫാവസ് എന്ന് പറയുന്നത്? ഏതിന്റെ ക്രോണിക് ഫോമാ? ഓപ്ഷൻ ബി, Tinea capitatis ആണ്. Favus is a chronic form of scalp ringworm leading to alopecia and scarring caused by Tinea scrolensi. ഈ അലോപേഷ്യ എന്താണെന്നറിയോ ഡിസീസ്? നമുക്കിങ്ങനെ മുടിയൊക്കെ ഫുൾ ഇങ്ങനെ നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് ഈ ഒരു അസുഖം. മുടിയെല്ലാം അങ്ങനെ ഫുള്ള് പ്ലെയിൻ ആയിട്ട്, അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മുടി കൊഴിച്ചിലല്ല, ഫുള്ള് മുടി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ പോകും. ആ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ ക്ലിയർ ആയിട്ടായിരിക്കും, ചെറിയൊരു മുടി പോലും ഉണ്ടാവില്ല, ഫുൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പോവും. അങ്ങനെയുള്ള ഒരു കുറച്ച് പ്രശ്നമാണ് അത്. ഓക്കെ, എ കീ ഫീച്ചർ ഓഫ് Tinea corporis lesion is crest formation, vesicular eruption only, circular lesion with central clearing, macular hyperpigmentation. ഏതാണ് കീ ഫീച്ചർ Tinea corporisന്റെ? ക്രസ്റ്റ് ഫോർമേഷൻ ലീഷന്റെ ക്രസ്റ്റ് ഫോർമേഷൻ ആണോ, വെസിക്കുലർ ഇറപ്ഷൻ ഓൺലി ആണോ, അല്ലെങ്കിൽ സർക്കുലർ ലീഷൻ വിത്ത് സെൻട്രൽ ക്ലിയറിംഗ് ആണോ, മാക്കുലർ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണോ? ഏതാണ്? സി ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. അനക്കൊല്ലല്ലോ ഇപ്പോ നോട്ട് എഴുതാൻ പോയപ്പോ. കമന്റ് കൊണ്ട് നോട്ട് എഴുതണം, കമന്റ് ചെയ്യണം കേട്ടോ. സർക്കുലർ ലീഷൻ വിത്ത് സെൻട്രൽ ക്ലിയറിംഗ് ആണ്. ക്ലാസിക് ringworm shows a inflamed border with central clearing. Which dermatophyte infect only skin and nail? Hair ഇല്ല, skin and nails. ആരാണ്? ട്രൈച്ചോഫൈറ്റൻ ആണോ, മൈക്രോസ്പോറ ആണോ, എപ്പിഡെർമോഫൈറ്റൻ ആണോ, ആസ്പെർജിലസ് ആണോ? ഓൺലി സ്കിൻ ആൻഡ് നെയിൽസ് ആണ്, ഹെയർ ഇല്ല. ആരാണ്? യെസ്, ഓപ്ഷൻ സി, എപ്പിഡെർമോഫൈറ്റൻ ആണ്. വെരി ഗുഡ്. അൽഫോൺസ, ഓക്കെ. ചിപ്പി, ചിഞ്ചു, അമിന, അനസ്. ഓക്കെ, എല്ലാവരും ബി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം ഇൻഫെക്ട് സ്കിൻ ആൻഡ് നെയിൽസ് ആണ്, ഹെയർ ഇല്ല. ഡെർമറ്റോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ജനറ ആണ്, ബേസ്ഡ് ഓഫ് കോണീഡിയ മോർഫോളജി അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ അനുസരിച്ചിട്ട്. ട്രൈച്ചോഫൈറ്റൻ ടി, മൈക്രോസ്പോറം. എപ്പിഡെർമോഫൈറ്റൻ ഇ, ട്രൈച്ചോഫൈറ്റൻ ടി അത് സ്കിന്നിനും ഹെയറിനും സ്കിന്നിനും നെയിൽസിനാണ്. മൈക്രോസ്പോറം ആണ് ഹെയറിനും സ്കിന്നിനും. ഓക്കെ, then Tinea cruris is commonly caused by T. rubrum, M. canis, T. scolenleni, then Candida albicans. ഏതാണ്? Tinea cruris commonly caused by എന്താ? ആരാ കോസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അമിന. ഓക്കെ, T. rubrum ആണ്. Groin infection jockets are often due to T. rubrum ആണ്. ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് എനിമൽ ആവാം, സച്ച് as pets on livestock, can occasionally spread the fungus causing Tinea cruris. Okay, then which is a zoophilic species? M. adoni, T. rubrum, T. violacea, M. canis. ഏതാണ്? zoophilic species ഏതാണ് ഇതില്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, M. canis ആണ്. മൈക്രോസ്പോറം canis transmitted from cat and dogs to humans ആണ്. ഓക്കെ, നമ്മളെ പെറ്റ്സിനൊക്കെ പകരാൻ സാധ്യതയുണ്ട്. Then which test is differentiate T. mentagrophytes from T. rubrum? India Inc., urease test, catalase test, then last coagulase test. ഏത് ടെസ്റ്റ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ടി മെന്റാഗ്രോഫൈറ്റ്സിനെയും ടി റബ്രത്തിനെയും. ആരാ? ഏത് ടെസ്റ്റാ? യെസ്, ഓപ്ഷൻ ബി. ഓക്കെ, അമിന, ചിപ്പി. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ബി ആണ്, യൂറിയസ് ആണ്. ടി മെറ്റാഗ്രോഫൈറ്റ്സ് ഇൻ യൂറിയസ് പോസിറ്റീവ് ആണ്, അൺലൈക്ക് ടി റബ്രം ആണ്. ഈ കൊയാഗുലേസ് ടെസ്റ്റ് എന്തിനാ? ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാ കൊയാഗുലേസ് ടെസ്റ്റ്? കൊയാഗുലേസ് ടെസ്റ്റ് അതുപോലെ കാറ്റലേസ് ടെസ്റ്റ്. ഓക്കെ,
എന്തിനാ? കൊയാഗുലസ് ടെസ്റ്റ് എന്തിനായിരുന്നു? ഏത് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്? ഏത് ബാക്ടീരിയകൾ തമ്മിൽ തിരിച്ചറിയാനാ? സ്റ്റഫൈലോകോക്കസ് അല്ലേ? അതിൽ ആർക്കാ കൊയാഗുലസ് പോസിറ്റീവ്? ഏത് സ്പീഷീസിനാ പോസിറ്റീവ്? ഏത് സ്പീഷീസിനാ പോസിറ്റീവ് ആയിട്ടുണ്ടായിരിക്കാം? ഏത് സ്പീഷീസിനായിരിക്കും ഈ കൊയാഗുലസ് ടെസ്റ്റിൽ? ഓറിയസിനാണ്. ബാക്കി എപ്പിഡെർമിസിന് കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഈ കാറ്റലേസ് ടെസ്റ്റ് സ്റ്റാഫിനും സ്ട്രെപ്പിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ. Then dermatophyte reaction is due to direct fungal invasion, hypersensitivity to fungal antigen, viral co-infection, bacterial superinfection. Dermatophyte reaction എന്തുകൊണ്ടാ? ഡയറക്റ്റ് ഫംഗൽ ഇൻവേഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഈ ഫംഗൽ ആന്റിജനോടുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു വൈറൽ കോ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷൻ കൊണ്ടാണോ? എന്തുകൊണ്ടാ? ഓപ്ഷൻ ബി ആണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഫംഗൽ ആന്റിജൻസ് ആണ്. ഇറ്റ്സ് ആൻ അലർജിക് റെസ്പോൺസ്. ഫംഗൽ ആന്റിജൻ ലീഷൻസ് ഡു നോട്ട് കണ്ടെയ്നിങ് ഫംഗി. ആ ഒരു ഫംഗൽ ആന്റിജനോടൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഒരു അലർജിക് റിയാക്ഷൻ. വിച്ച് ഡെർമറ്റോഫൈറ്റ് കോസ് എ ടിനിയ പെഡിസ്? എം കാനിസ്, ടി റുബ്രം, എം അഡോണി, ദെൻ ടി വയലേസിയം. ഏതാ വരുക? ഡെർമറ്റോഫൈറ്റ്സ് ടിനിയ പെഡിസ് ആണ്. Which dermatophyte causes tinea pedis? Option B ആണ്, T. rubra ആണ്. Athlete foot is commonly caused by T. rubrum. Trichophyton rubrum is one of the most common cause of chronic tinea pedis, commonly known as athlete foot chronic infection. Okay, tinea pedis athlete foot എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. Infections of tinea pedis result in moccasin foot in which entire foot form a white scaly patches ആയിരിക്കും. And infection usually affect both feet ആണ്. Okay, tinea pedis athlete foot അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. Then macroconidia are abundant in Trichophyton, Microsporum, Epidermophyton, Candida. ഏതാണ്? Macroconidia are abundant in Trichophyton, Microsporum, Epidermophyton and Candida. Macroconidia ആണ്. Microsporum ഓപ്ഷൻ ബി ആണ്. Okay. Microsporum species produce a more macroconidia. Trichophyton has a more microconidia. Okay. Microsporum species എന്താണ്? Macroconidia ആണ്. Trichophytonോ microconidia ആണ് കേട്ടോ. Then grisofulvin acts as a inhibiting DNA synthesis, protein synthesis, microtubule formation, cell wall synthesis. Grisofulvin acts by inhibiting DNA synthesis, protein synthesis, microtubule formation and cell wall synthesis. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ചിപ്പി. ഓക്കെ, മൈക്രോട്യൂബിൾ ഫോർമേഷൻ ആണ്. Grisofulvin inhibit fungal mitosis by targeting microtubules. Then next, drug of choice for extensive tinea capitalis. Topical ketoconazole, topical terbinafine, oral grisofulvin and oral amphotericin B. ഏതാണ് ഡ്രഗ് ഓഫ് ചോയ്സ്? ഏത് ഡ്രഗ് ഉപയോഗിക്കും? യെസ്, ഓപ്ഷൻ സി ആണ്. അനസ്യ, ചിഞ്ചു, ചിപ്പി. ഓക്കെ. Oral therapy is needed for scalp involvement. Grisofulvin is commonly used. Then next, macroconidia of Epidermophyton are macroconidia, spindle shaped, smooth, club shaped, then multiseptate and rough, absent. ഏതാണ്? macroconidia of Epidermophyton. സ്പിൻഡിൽ ഷേപ്ഡ് ആണോ, അല്ലെങ്കിൽ ക്ലബ് ഷേപ്ഡ് ആണോ, അല്ലെങ്കിൽ മൾട്ടി സെപ്റ്റേറ്റ് ആയിട്ട് റഫ് ആയിട്ടാണോ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആബ്സെന്റ് ആണോ? ഏതായിരിക്കും? യെസ്, സ്മൂത്ത് ആൻഡ് ക്ലബ് ഷേപ്ഡ് ആണ്. ഓപ്ഷൻ ബി ആണ്. Epidermophyton has a only smooth club shaped macroconidia. Then tinea barbae affect nail, mucosa, beard area, scalp. tinea barbae affect നെയിൽസിനെയാണോ, മ്യൂക്കോസിനെയാണോ, ബിയർഡ് ഏരിയനാണോ, സ്കാൽപ്പിനാണോ? ഏതായിരിക്കും? ഓപ്ഷൻ ബി,
സോറി ഓപ്ഷൻ സി ബിയർഡ് ഏരിയ ആണ്. ഓപ്ഷൻ സി ആണ് ബിയർഡ് ഏരിയ ആണ്. The tinea barbae refers to fungal infection of the beard and mustache area ആയിരിക്കും. ഓപ്ഷൻ സി ആണ്. ചിപ്പി അമിന ഓക്കെ എല്ലാവരും സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സന്ധ്യ ഓക്കെ, അക്ഷര ഓക്കെ. Tinea imbricata is caused by T. metagrophytes, T. concentratium, then T. rubberum, then M. gypsum. ഏതാണ്? ഏത് വരെ? ടിനിയ ഇംബ്രിക്ക. ടിനിയ ഇംബ്രിക്ക. ഓപ്ഷൻ ബി ആണ്. ടി കോൺസെൻട്രേസി ആണ്. T. concentratium causes a concentric ring-like lesions in Tinea imbricata. Culture media is used for dermatophytes, EMB, McConkie agar, Sabrodestos agar, nutrient agar. Culture media is used for dermatophytes, EMB, McConkie agar, Sabrodestos agar, nutrient agar. ഏതാ? സിമ്പിൾ ആണല്ലേ. SDA നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. Mentagrophytes hair perforation test is negative, delayed, weakly positive. ഏതാണ്? ടി mentagrophytes hair perforation test. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് അല്ലേ? പോസിറ്റീവ് ആണ്. ടി mentagrophytes shows a wedge-shaped hair perforation in the test. ഏതാണ്? wedge shaped ആണ്. അതൊന്ന് നോക്കി വെക്കുക. പോസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു. wedge shaped hair. Okay. Then which dermatophyte grows on rice grain and form a conidia? ഏത് dermatophyte ആണ്? conidia form in the rice grains വളർന്നിട്ട് M. aduni, then T. rubberum, M. canis, then T. scleroscoleni. ഏതാണ്? conidia form ചെയ്യുന്നത് ആരാ? rice grains ഇരുന്ന M. canis ആണ്. ഓപ്ഷൻ സി ആണ്. M. canis grows well on rice grains and form a conidia. M. adoni does not. First line topical drug for mild tinea corporis. Mild ആണ്. nystatin, statin, miconazole, amphotericin B, flucytosine. ഏതാണ്? ആൻസർ നിങ്ങൾ കണ്ടു അല്ലേ? ആൻസർ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യും. നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. ഓക്കെ, മൈക്രോനസോൾ ആണ്. ഓപ്ഷൻ ബി മൈക്രോനസോൾ ആണ്. ടോപ്പിക്കൽ അസോൾ ലൈക്ക് മൈക്കനോസോൾ ആർ എഫക്റ്റീവ് ഇൻ മൈൽഡ് സ്കിൻ. മൈൽഡ് ആണ്, മൈൽഡ് കേസ് ആണ്. മോസ്റ്റ് ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ ആർ മോർ കോമൺ ഇൻ ഡ്രൈ റീജിയൻ, കോൾഡ് ക്ലൈമറ്റ്സ്, വാം ആൻഡ് ഹ്യൂമിഡ് ഏരിയ, ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഏതാണ്? മോസ്റ്റ് ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷൻ ആർ കോമൺ ഇൻ ഡ്രൈ റീജിയൻ, കോൾഡ് ക്ലൈമറ്റ്, വാം ആൻഡ് ഹ്യൂമിഡ് ഏരിയാസ് ആണ്. വാം ആൻഡ് ഹ്യൂമിഡ് ഏരിയാസ് ആണ്. Dermatophyte thrive in warm and moist environment, making such as area high risk. Okay. Then trichophyton infections show only macroconidia, both but more conidia, no conidia, only chlamydospores. Trichophyton infection shows only macroconidia, അല്ലെങ്കിൽ both more microconidia, no conidia, only chlamydospores. ഏതാണ് trichophyton infection? എന്താണ്? both but more conidia ആണ്. Trichophyton species produce both type but predominantly microconidia ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൈക്കോളജി ക്ലാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ MCQ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വരും ക്ലാസ്സുകളിൽ ബാക്ടീരിയോളജി നമുക്ക് ഓരോ ബാക്ടീരിയ ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് ലൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമന്റിൽ പറയാം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയോളജി ആവശ്യമുള്ളവരുണ്ടാവും, പാരസൈറ്റോളജി, അങ്ങനെ ഒരുപാട് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ടോപ്പിക്സ് ഒക്കെ പറയാം. നമ്മൾ ഓൾറെഡി എല്ലാ വീക്കും 2 ലൈവ് വീതം പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ? അതോ ക്ലാസ് ഇങ്ങനെ വെറുതെ കേട്ട് പോവാണോ? അതോ നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ടോ? എഴുതണം കേട്ടോ. നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക. കാരണം നമുക്ക് മറന്നു പോകും. എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് മറന്നു പോകും. നമുക്ക് സിലബസ് കവർ ചെയ്യാവുന്നതല്ല, അതിനേക്കാൾ ഉപരി നമുക്കത് ഓർമ്മ നിൽക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാനൊരു വട്ടം സിലബസ് കവർ ചെയ്തതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നമുക്കത് ഓർമ്മ നിൽക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. ഓക്കെ, റിവിഷൻ ചെയ്യണം. മൈക്കോളജി ഇനിയും ഉണ്ടാവും. ഓക്കെ, ഇനിയും ഉണ്ടാവും.
നമുക്ക് ഇതോടുകൂടി തീർന്നിട്ടില്ല. നമുക്കിനി എല്ലാ ആഴ്ച ലൈവുകളൊക്കെ ഉണ്ടാവും. എക്സാം ഒക്കെ അടുക്കുമ്പോൾ നമുക്ക് മാരത്തോൺ ആയിട്ടും അങ്ങനെ ഒരുപാട് ലൈവ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എഡ്യൂസ് അക്കാദമിയുടെ കൂടെ തന്നെ പഠിക്കാം. അപ്പോൾ എഡ്യൂസ് അക്കാദമിയുടെ പേജിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ്, ന്യൂമോണിക്സ്, സ്റ്റഡി ടിപ്സ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകളും വീഡിയോസുകളും ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ഏരിയാസ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ആ ക്ലാസ് ഒക്കെ കാണുക. കുഞ്ഞു കുഞ്ഞു 10 മിനിറ്റിന്റെ 5 മിനിറ്റിന്റെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. DHS എക്സാം നമുക്ക് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇതുവരെ അങ്ങനെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കൊരു എക്സാം കഴിഞ്ഞ് അതിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ഒരു 3 വർഷം കാലാവധി ഉണ്ടാവും. അപ്പൊ അതിനുള്ളിൽ ആ 3 വർഷം കാലാവധിക്ക് ആ തീരണേക്കാൾ മുന്നേ തന്നെ, ഒരു വർഷം മുന്നേ തന്നെ അവര് എന്താ പറയാ എക്സാം ഒക്കെ വിളിച്ച്, കാരണം നമുക്ക് എക്സാം ഒക്കെ വിളിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, പെട്ടെന്ന് നടക്കില്ല. ആ 3 വർഷം കഴിഞ്ഞേക്കാൾ മുന്നേ തന്നെ അവര് അടുത്ത എക്സാം വിളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക, നന്നായി പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.